ഈ ചിത്രത്തിൽ കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം കൂടി ഒരു മീറ്റിംഗിന് ഇരിക്കുവാണ്. അതിനെ നമ്മൾ ബ്രീഫിംഗ് എന്നും ചിലപ്പോൾ പറയാറുണ്ട്. അത് സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കോൺഫറൻസ് സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള അതിന്റെ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് കോൺഫറൻസ് എന്ന് പറയാറുണ്ട്, കൗൺസിലിംഗ് എന്നും പറയാറുണ്ട്, മീറ്റിംഗ്, ബ്രീഫിംഗ് അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെ മീറ്റിംഗ് അല്ലെങ്കിൽ ബ്രീഫിംഗ് എന്ന് പറയാം. അപ്പൊ ഒരു പ്രോജക്റ്റ് ഇവർക്ക് കിട്ടാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവരൊരു ബ്രീഫിംഗ് ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. നമ്മൾക്ക് ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുമാണ്. നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മൾ നേടിയ അനുദിനം കൊണ്ടോ അല്ലെങ്കിൽ മാസങ്ങളും വർഷങ്ങളും കൊണ്ടോ നമ്മൾ നേടിയ കഴിവുകളും പരിചയങ്ങളിൽ നിന്നുമാണ് ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഇൻസൈറ്റ്സ് എന്നും പറയാം, ഉൾക്കാഴ്ച, പേഴ്സ്പെക്റ്റീവ് എന്നൊക്കെ പറയാം. ഇതുണ്ടാകുന്നു. നമ്മൾ അതിനെ നോക്കി കാണുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ്. അതിൽ നിന്നുമാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഏകദേശം ഒരു അജണ്ട, ചില കമ്പനികളിൽ ഒരു അജണ്ട ഉണ്ടാവും. ആ അജണ്ട വെക്കുന്നത് നമ്മൾ ആ വിഷയത്തിന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നേരത്തെ തന്നെ മീറ്റിങ്ങുകളിൽ അജണ്ട സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ആ അജണ്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചാലും നമ്മുടെ ആശയങ്ങൾ പറയുമ്പോഴും നമ്മുടെ ആംഗിളുകൾക്കനുസരിച്ചിട്ട് വാചകങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നേ ഉള്ളൂ. ആശയങ്ങൾ സെയിം റൂട്ട് തന്നെയായിരിക്കും എല്ലാവരും പോകുന്നത്. നമ്മളുടെ അവതരണ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വാചകങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. ഇപ്പൊ നമ്മള് ഇവര് തീരുമാനിക്കുവാണ് ഒരു കമ്പനിക്ക് ഒരു ഇമെയിൽ അയക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് അവർ തീരുമാനിച്ച് സംസാരിക്കുകയാണ്. അത് എങ്ങനെയാണ് പറയുന്നതെന്നും ഈ വാചകങ്ങളിൽ പ്രൊജക്ഷൻ മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു സെന്റൻസ് മാറിയിരിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ട്, പക്ഷേ ഇവര് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം തന്നെയാണ്. The best approach is to send an email, send a mail to the company directly. മെയിൽ എന്നും പറയാം, ഇമെയിൽ എന്നും പറയാം. ഓക്കെ, അപ്പം the best approach is to send a mail to the company directly. കമ്പനിക്ക് ഒരു മെയിൽ അയക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് അവർ പറയുന്നു. ഇത് തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നു, മറ്റൊരു ആംഗിളിൽ പറഞ്ഞിരിക്കുന്നു. ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ് സെൻഡിങ് എ മെയിൽ ടു ദ കമ്പനി. കമ്പനിക്ക് ഒരു മെയിൽ അയക്കുന്നത് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഓപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ദി കമ്പനി ഡയറക്ട്ലി. നേരത്തെ നമ്മൾ മെയിൽ എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഇതിൽ ഇമെയിൽ എന്ന് കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അത് വ്യത്യാസം നോക്കണ്ട, നമ്മൾക്ക് അറിയേണ്ട കാര്യം മറ്റൊന്നാണ്. ഓക്കെ, ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു ദ കമ്പനി ഡയറക്ട്ലി. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് കമ്പനിക്ക് നേരിട്ട് ഒരു ഇമെയിൽ അയക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ കമ്പനിയെയാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. കമ്പനിക്ക് നേരിട്ട് കമ്പനിക്ക് ഒരു മെയിൽ അയക്കുന്നതാണ് നല്ലത്. കമ്പനിക്ക് ഒരു മെയിൽ അയക്കുന്നതാണ് നല്ലത്. ഇവിടെ ഈ വാചകത്തിൽ കൃത്യമാണ് കമ്പനിക്ക് അയക്കുക എന്നുള്ള ആ കമ്പനിയെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്:
കമ്പനിക്ക് ഒരു മെയിൽ നേരിട്ട് അയക്കുന്നതാണ് നല്ലത്. എന്നാൽ മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, the best approach is sending an email to the company directly. ഇവിടെ സാധാരണയായി നമ്മൾ ചെയ്യുന്നത്, സാധാരണ എല്ലാവരും ചെയ്തു വരുന്നത് കമ്പനിക്ക് മെയിൽ അയക്കുക എന്നതാണ്. അതാണ് ഏറ്റവും നല്ല അപ്രോച്ച്, ഏറ്റവും നല്ല സമീപനം. കമ്പനിക്ക് മെയിൽ അയക്കുക എന്നതാണ്. അതായത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് മെയിൽ അയക്കുക എന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. സാധാരണ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം എടുത്ത് കാണിക്കുന്നത്. ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ്, അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ടു സെൻഡിങ് ആൻ ഇമെയിൽ ടു ദി കമ്പനി ഡയറക്ട്ലി. കമ്പനിക്ക് ഇമെയിൽ അയക്കുകയായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുന്നത് ആശയം ഒന്ന് തന്നെയാണ്, മെയിൽ അയക്കുക, കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് അയക്കുക എന്ന് തന്നെയാണെങ്കിലും അദ്ദേഹം പ്രൊജക്ഷൻ ചെയ്യുന്നത് ഓൺഗോയിങ് പ്രോസസ്, സാധാരണ ചെയ്തു വരുന്നത് കമ്പനികൾക്ക് മെയിൽ അയക്കുക എന്നതാണ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ് സെൻഡിങ് ആൻ ഇമെയിൽ ടു ദ കമ്പനി ഡയറക്ട്ലി. ഇവിടെ ഈസ് സെൻഡിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന്. ഈസ് സെൻഡിങ്, എന്താ പറയാ, ചാൾസ് ഈസ് സെൻഡിങ് ആൻ ഇമെയിൽ ടു ദ കമ്പനി ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ ചാൾസ് കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മെയില് അയക്കുന്നു അല്ലെങ്കിൽ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ദ ചാൾസ് ഈസ് സെൻഡിങ് ആൻ ഇമെയിൽ. ഞാനിപ്പോ ഇത് ബെസ്റ്റ് അപ്രോച്ച് മാറ്റിയിട്ട് അവിടെ ചാൾസ് എന്ന് കൊടുത്താൽ, ദ ചാൾസ് ഈസ് സെൻഡിങ് ആൻ ഇമെയിൽ ടു ദ കമ്പനി ഡയറക്ട്ലി. ചാൾസ് കമ്പനിക്ക് നേരിട്ട് മെയിൽ അയക്കുന്നു അല്ലെങ്കിൽ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നായി. അപ്പൊ അവിടെ ഇതിന്റെ അർത്ഥം ഈസ് സെൻഡിങ് എന്ന് പറയുമ്പോൾ അയക്കുന്നു, അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സെന്റൻസും അങ്ങനെ തന്നെ വിചാരിക്കാം. ദ അപ്രോച്ച്, ഈ അപ്രോച്ച് എന്ന് പറയുന്ന ആള് മെയില് കമ്പനിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾക്ക് ചിന്ത പോകാൻ സാധ്യതയുണ്ട്. ദ ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന അതിനെ ഒരാളായിട്ട് എടുത്താൽ അയാള് ഒരു മെയില് കമ്പനിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അർത്ഥം നമ്മൾ ചിലപ്പോൾ ചെന്നെത്തിയേക്കാം. ശരിക്കും ഇവിടെ സെൻഡിങ് എന്ന് പറയുന്നത് വെർബല്ല, അതൊരു ജെറണ്ടാണ്. ജെറണ്ട് എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കാം. ഇത് ജെറണ്ട് പല തരത്തിൽ വരാറുണ്ട്. അത് സബ്ജക്റ്റ് ആയിട്ട് വരാറുണ്ട്, പക്ഷെ സബ്ജക്റ്റിന്റെ സ്ഥലത്തും വരാറുണ്ട്. ഇവിടെ നൗണായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ വെർബായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ്, നല്ല സമീപനം എന്ന് പറയുന്നത് മെയിൽ അയക്കുക എന്നതാണ്. അപ്പൊ മെയിൽ അയക്കുക എന്നതാണ്, അല്ലാതെ മെയിൽ അയക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത് വെർബാകുന്നത്. നമ്മുടെ കണ്ണിൽ കാണുന്നു, അതുകൊണ്ട് മെയിൽ അയക്കുന്നു, മെയിൽ അയക്കുന്നു. അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. ഇവിടെ ഏതാ ആക്ടിവിറ്റി അല്ല, മെയിൽ അയക്കുക എന്നത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മെയിൽ അയക്കുക എന്നത് എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്. ഇവിടെ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ദ ബെസ്റ്റ് അപ്രോച്ച് ഈസ് സെൻഡിങ് ആൻ ഇമെയിൽ ടു ദ കമ്പനി ഡയറക്ട്ലി. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതും മനസ്സിലായിട്ടുണ്ടാകും ഈ സെൻഡിങ് എന്താണെന്നുള്ളത്. അതിനുശേഷം ആൻ ഇമെയിൽ എന്ന് കിടപ്പുണ്ട്, ആൻ കിടപ്പുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് AEIOU. AEIOU എന്ന് വെച്ചാൽ വവൽസ് ആണ്. ആ വവൽസ് വരുന്ന അക്ഷരങ്ങൾ തുടങ്ങുന്ന ഏതെങ്കിലും വാക്കുകൾ വന്നാൽ അതിന് മുന്നിൽ നമ്മൾ ആൻ എന്ന് ചേർക്കണം. എ മെയിൽ എന്ന് പറയാറില്ല. ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, അങ്ങനെയാണ് നമ്മൾ പറയാറ്. അതായത് ഈ 5 അക്ഷരങ്ങൾ AEIOU, ഈ വവൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് മുന്നിൽ ആൻ, ഒരു എന്ന അർത്ഥത്തിന് ആൻ എന്ന് വേണം ചേർക്കാൻ, എ എന്ന് ചേർക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തേത്. 3, ടു ദ കമ്പനി ഡയറക്ട്ലി. ടു എന്ന് പറയുമ്പോൾ അതൊരു പ്രിപ്പോസിഷൻ ആണ്. ഇവിടെ ടു ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾക്ക് ഒരു ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്
എന്നുള്ള ഒരു ഡയറക്ഷനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പനിയിലേക്ക് അയക്കുന്നു, അതുകൊണ്ടാണ് അവിടെ ടു ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദ, THE, ദ എന്ന് പറയുന്നത് ദ കമ്പനി എന്നാണ് പറയേണ്ടത്. ഓക്കെ, അതും ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടില്ല, അത് പിന്നീട് പറയാം. ദ കമ്പനി, ദ എന്ന് അവിടെ ഉപയോഗിക്കാൻ കാര്യം, കമ്പനിയെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, കമ്പനിയുടെ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ കമ്പനിയെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം എല്ലാം ക്ലിയർ ആയി മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.